സ്കൂൾ കായികമേളയിലെ മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുത്തതിൽ അപാകതയുണ്ട് എന്ന് ആരോപിച്ച് കോതമംഗലം മാർ ബേസിൽ സ്കൂൾ ഹൈക്കോടതിയിലേക്ക്. മികച്ച സ്കൂൾ തിരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. വിശദാംശങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുകയാണ്. പ്രദീപ് ജോസഫ്, കായികമേള, കലാമേള തുടങ്ങി പലതും നടക്കുമ്പോഴും ഇത്തരത്തിൽ ആരോപണങ്ങളൊക്കെ വരാറുള്ളത് നമുക്കറിയാം. കുറേ പിഴവുകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ കായികമേളയിൽ എന്ത് പിഴവാണ് സംഭവിച്ചത്? മാനദണ്ഡങ്ങൾ കൊടുത്തില്ല, നേരത്തെ വ്യക്തമാക്കിയിരുന്നില്ല എന്ന ആക്ഷേപം ശരിയാണോ? സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ് കയ്യാങ്കളിയുടെ വക്കോളം എത്തുന്നതാണ് ഇന്നലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ കാണാനായത്. മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ അപാകത ഉണ്ട് എന്നാരോപിച്ച് 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികളായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. നേരത്തെ തന്നെ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിരുന്നില്ല എന്നാണ് സ്കൂളുകൾ പറയുന്നത്. അതായത് സ്പോർട്സ് വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകളെയും ജനറൽ വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകളെയും ഒരുമിച്ച് പരിഗണിച്ച് അവയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളുകളെയാണ് മികച്ച സ്കൂളുകളായി പ്രഖ്യാപിച്ചത്. എന്നാൽ നേരത്തെ ഇങ്ങനെയായിരുന്നില്ല. സ്പോർട്സ് വിഭാഗത്തിന് പ്രത്യേക പുരസ്കാരവും ജനറൽ വിഭാഗത്തിൽ വരുന്ന സ്കൂളുകൾക്ക് പ്രത്യേക പുരസ്കാരവുമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ സ്കൂൾ കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള പേരിൽ നടത്താൻ തീരുമാനിച്ചതോടെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു എന്നുള്ള വിശദീകരണമാണ് സംഘാടകർ നൽകുന്നത്. എന്തായിരുന്നാലും ഇന്നലെ പ്രതിഷേധിച്ച സ്കൂളുകളിൽ കോതമംഗലം മാർ ബേസിൽ ഹൈസ്കൂൾ HSS ആണ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മികച്ച സ്കൂളിനെ തെരഞ്ഞെടുത്തതിൽ അപാകതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് സ്കൂൾ മാനേജ്മെന്റും കായിക വിഭാഗവും അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിരുന്നില്ല എന്നും അവർ പറയുന്നു. അതേസമയം നേരത്തെ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിരുന്നു എങ്കിൽ കുട്ടികളിൽ ഉണ്ടാക്കിയ മാനസികാഘാതം ഇത്രമാത്രം വലുതാകുമായിരുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ പ്രതിഷേധത്തിന് മുൻനിരയിൽ ഉണ്ടായിരുന്നത് കോതമംഗലം മാർ ബേസിൽ HSSലെ വിദ്യാർത്ഥികൾ ആയിരുന്നു താനും. സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുക, കൂടാതെ ജനറൽ ഡിവിഷനിൽപ്പെടുന്ന സ്കൂളുകളെയും സ്പോർട്സ് ഡിവിഷനിൽപ്പെടുന്ന സ്കൂളുകളെയും രണ്ടാക്കി കണ്ടുകൊണ്ട് മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ശരി പ്രദീപ് ജോസഫ്, ഏതായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്നതിൽ പാളിച്ച പറ്റി എന്ന് കാണിച്ച് മാർ ബേസിൽ സ്കൂൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നില്ല എന്നാണ് ആക്ഷേപമുള്ളത്. ഇതിനെ എങ്ങനെയാണ് നിയമപരമായി കായികമേളയുടെ സംഘാടകർ അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.